ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഈദ് മുബാറക്കിൻ്റെ പരിപാടി ഞാൻ തലേ ദിവസമേ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ഫാമിലീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നാളെ ഞാനൊരു പാലട പ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പിങ്ക് പാലട ഇല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതൊന്ന് പിങ്ക് ആക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. 4 ലിറ്റർ പാലാണ് ഞാനിവിടെ വാങ്ങിയേക്കുന്നത്. ഞാൻ ഇതുപോലെ ഇങ്ങനെ പാല് പൊട്ടിച്ച് വയ്ക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കും കേട്ടോ ഗൈസ്. പണ്ട് ഇക്കാൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ കവർ പാല് പൊട്ടിച്ച് അത്ര ശീലമല്ലേ. കാരണം ഞങ്ങളുടെ വീട്ടിൽ പശുവും പാലും ഇങ്ങനെ തൂക്കുപാത്രത്തിൽ വാങ്ങിക്കുക ചെയ്യാറ്. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ കവർ പാലാണ് യൂസ് ചെയ്യുക. അങ്ങനെ ആ കവർ പാലിൽ ഞാനിങ്ങനെ പൊട്ടിച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് കമത്തി കൊടുത്ത് ഗൈസ്, ആ കിച്ചൺ മൊത്തം പാല് കൊണ്ട് അഭിഷേകമായി. അതാ ഞാനിങ്ങനെ ഓർത്തത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് ഞാനിങ്ങനെ പിങ്കാക്കി വെക്കും കേട്ടോ. 1 മണിക്കൂർ ഇതുപോലെ ചെറിയ തീയിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നാളെ രാവിലെ അത് ഓപ്പൺ ചെയ്യുള്ളേ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഇതുപോലെ ചിക്കൻ കറിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നാളെ രാവിലത്തേക്ക് കൂടി വേണ്ടിയിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇക്ക രാവിലെ പെരുന്നാക്കോടിയൊക്കെ ഇട്ട് പള്ളിയിൽ നമസ്കരിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇക്ക നമസ്കരിക്കാനായിട്ട് ടാറ്റയൊക്കെ പറഞ്ഞു പോയി. ഇഷുക്കുട്ടി ഇപ്പോൾ നല്ല ഉറക്കമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഗൈസ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പെരുന്നാളിന് റെഡിയായി പള്ളിയിൽ പോവും, ഫോട്ടോ എടുക്കും. അതൊക്കെ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ടുപോകണം പോലെ അത്ര തന്നെ. അപ്പോൾ നമ്മുടെ പാല ഉണ്ടില്ലേ, ഇതുപോലെ നല്ല പിങ്കായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് പാലയുടെ പ്രഥമൻ ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ നേരെ പോയി കുളിച്ച് പിന്നെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ധൂപൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പെരുന്നാളെ നമസ്കരിക്കാനായിട്ട് പോവാണ്. ഇതുപോലെ ഞാൻ ഒറ്റയ്ക്കാണ് നിസ്കരിക്കല്. നാട്ടിലാകുമ്പോൾ എല്ലാവരും ഒത്തല്ലേ. അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വിട്ടു. തലേ ദിവസം തന്നെ ഞാൻ കിച്ചണെല്ലാം നീറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ പാലയുടെ പ്രഥമനൊക്കെ വെച്ചതിന് ശേഷം സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. സവാള ഇന്നലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് സ്ലൈസ് ചെയ്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തു. പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് വന്നിട്ട് നമ്മുടെ സാലഡിന് വേണ്ടിയിട്ടുള്ള കുക്കുംബറെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ സാലഡ് സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ സാലഡ് ആദ്യമേ സെറ്റാക്കി വെച്ചാൽ പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ മറന്നു പോകും, അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വിളമ്പുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു മല്ലിയിലയുടെയൊക്കെ ഒരു ചമ്മന്തി ഇല്ലേ, നമ്മുടെ പാരഗണിൽ കിട്ടുന്ന ആ ഒരു ചമ്മന്തി ഉണ്ടാക്കി അതും സെർവിങ് ബൗളിലാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇഷുക്കുട്ടി നല്ല വൈറ്റ് ഫ്രോക്കൊക്കെ ഇട്ട് പെരുന്നാക്കോടിയൊക്കെ ഇട്ട് കുളിച്ച് റെഡിയായി സുന്ദരി മോളായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിലായതുകൊണ്ട് ഇപ്പം ആ ഡ്രസ്സ് ഇടുന്നില്ല. അപ്പോൾ ഇക്കായെ കാത്തിരുന്ന് ഇക്കാനെ കാണാനില്ല ഗൈസ്. അങ്ങനെ എനിക്ക് വിശന്ന് കുടയിൽ നിന്ന് വിളി തുടങ്ങി. അങ്ങനെ ഞാൻ എന്തായാലും അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് അപ്പമൊക്കെ ചുട്ട് ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനായിട്ട് പോവാണ്. ഈ ഇരുമ്പ് ചേട്ടി ഞാൻ ഉപയോഗിച്ചിട്ട് കുറേ കാലമായിട്ടോ അപ്പം ചുടാനായിട്ട്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇന്നായപ്പോൾ നല്ല കുറുക്കി നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. നല്ല വിശപ്പും കൂടെ ഉള്ളതുകൊണ്ട് ചിക്കൻ കറി അപ്പോൾ എനിക്കൊരു ഇരട്ടി ടേസ്റ്റായിട്ട് തോന്നി. എനിക്ക് പെരുന്നാളിന് അന്ന് രാവിലെ ഇതുപോലെ അപ്പം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഗൈസ്. ചിക്കൻ വന്നിട്ട് എനിക്ക് 9:30 കിട്ടുമെന്ന് പറഞ്ഞ ചിക്കൻ കിട്ടിയത് 12:30 മണിക്കാണ് ഗൈസ്. അപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. ഞാൻ ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഒരു ശർബറയുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് സവാളയൊക്കെ വാട്ടാനായിട്ട് വെച്ചു. അപ്പോഴാണ് ഇക്ക പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നത്. അങ്ങനെ ഞാനൊരു തൊപ്പിയൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇക്കൊക്കെ ഞാൻ അപ്പവും ചിക്കൻ കറിയൊക്കെ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബിരിയാണിയുടെ പരിപാടി നോക്കണം കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ നല്ല ചൂടായിട്ട് അപ്പവും ചുട്ട് ചിക്കൻ കറി സെർവ് ചെയ്ത് ഇക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ചിക്കനെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ സവാള നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ തലശ്ശേരി ദം ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രേ ചേർക്കുള്ളൂ ഗൈസ്. അല്ലാതെ മുളക് പൊടി അങ്ങനെയുള്ള മസാലയൊന്നും വാരി വലിച്ചിടാറില്ല. അങ്ങനെ ഞാൻ ആവശ്യത്തിന് മസാലകളെല്ലാം ചേർത്ത് എരിവിന് ആവശ്യത്തിന് കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പച്ചമുളക് ഓൾറെഡി അരച്ചിട്ടുള്ളത് കൊണ്ട് അത് മനസ്സിൽ കരുതിയിട്ട് വേണം കുരുമുളക് പൊടിയൊക്കെ ചേർക്കാൻ. ഞാനിവിടെ 4 കിലോ ചിക്കനും 3.5 കിലോ റൈസുമാണ് വെച്ചത്. അപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് പിന്നെ ഞാനിതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ആ ഒരു പുളിപ്പ് അപ്പോഴാണ് സെറ്റ് ആവുക. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം.
അപ്പോഴത്തേക്കും ലോബി ചേച്ചിയും സിനിയൊക്കെ വന്നു കേട്ടോ. അവർ വിചാരിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അവർ വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ ചിക്കൻ അടക്കുന്നതേ ഉള്ളൂ. ചിക്കൻ കിട്ടാൻ ലേറ്റായില്ലേ, അതുകൊണ്ട് എൻ്റെ കാൽക്കുലേഷൻ എല്ലാം തെറ്റി. അപ്പോൾ സിനിയൊക്കെ വന്നിട്ട് ഇതുപോലെ ചിക്കനൊക്കെ ഇളക്കാണ്, ലോബി ചേച്ചി അരി കഴുകാണ്. പിന്നെ നമ്മളെ 3 പേരുടെ ഒരു വിഗ്രഹ കേന്ദ്രമായിരുന്നു നമ്മുടെ കിച്ചൺ. നമ്മളിങ്ങനെ കുറേ പേര് പണിയെടുക്കും, വർത്താനം പറയും, അങ്ങനെ നല്ല രസമാണ് ഗൈസ്. ഇങ്ങനെ ഒത്തൊരുമിച്ച് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ, അതിങ്ങനെ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടുന്ന സന്തോഷം നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടൊരു മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇതുപോലെ തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഗ്യാസിന് ഷോർട്ടേജ് ആണല്ലോ, അതുകൊണ്ട് മാക്സിമം ഇൻഡക്ഷനിലെ ഹീറ്ററിലൊക്കെയാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർത്താനവും കുക്കിങ്ങും ഒരേപോലെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന്. അപ്പോൾ നമ്മുടെ കുക്കിങ് ഏകദേശം ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു വേറൊരു ഗസ്റ്റിനെ കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് പ്രിയയാണ്. അങ്ങനെ പ്രിയ വന്നിട്ട് സാലഡ് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദം ബിരിയാണി പൊട്ടിച്ച് പിന്നെ അവൻ്റെ വേറെ ഫ്രണ്ട് കൂടെ വന്നു. ഇത് വന്ന് അഖിലയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞ് വ്ലോഗ് ചെയ്യാണ്. ലോബി ചേച്ചി ഇതിൻ്റെ ഇടയിൽ എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ, പായസമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് സെർവ് ചെയ്യാണ് കേട്ടോ, കാരണം ഓൾറെഡി 2:30 മണി കഴിഞ്ഞു നമ്മുടെ ഫുഡൊക്കെ ആയപ്പോഴത്തേക്ക്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ഇതുപോലെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് ഫുള്ള് ദമ്മൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലട പ്രഥമനെല്ലാം ലോബി ചേച്ചി ഒരു കപ്പലോട്ട് ഇതുപോലെ പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് കണ്ട ഗൈസ്, നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി, പിന്നെ വന്നിട്ട് മല്ലിയില പുതിനയില ചമ്മന്തിയില്ലേ അതുണ്ട്, പിന്നെ സാലഡുണ്ട്. പിള്ളേരെ വിശന്നിട്ട് അതിൽ നിന്ന് കുറേയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ കച്ചമ്പറുണ്ട്. ഇത് വന്നിട്ട് ഡേറ്റ്സ് ലെമൺ പിക്കിളാണ് ഗൈസ്, അതൊരു വൻ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ ഇതുപോലെ പ്ലേറ്റിൽ സെർവ് ചെയ്യാണ്. ഞാനിതുപോലെ ഡിസ്പോസിബിൾ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും പ്ലേറ്റിൽ ഇങ്ങനെ ഫുഡൊക്കെ സെർവ് ചെയ്ത് കഴിക്കാനായിട്ട് ഇരുത്തി കേട്ടോ. ആദ്യം ആണുങ്ങളെല്ലാം കൂടി ഒരു സെറ്റായിട്ട് ഇരുന്നു, പിന്നെ കുട്ടികളും ഇരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ പിന്നെ ഇരുന്നിട്ടാണ് സമാധാനമായിട്ട് ഫുഡ് കഴിച്ചത്. അപ്പോൾ പിള്ളേരൊക്കെ കണ്ടില്ല, അവിടെ ഇരുന്ന് തറയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ലോബി ചേച്ചിയുടെ മോള്, അഖിലയുടെ മോള്, പിന്നെ എന്നിട്ട് ആദ്യമാണ് കേട്ടോ സിമിയുടെ മോള്. അങ്ങനെ അവരെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രിയയുടെ മോൻ ഇതുപോലെ ഫുഡ് വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കയ്യിലും മെഹന്തി ഇടാനായിട്ട് തുടങ്ങി കേട്ടോ. പ്രിയ നല്ല അടിപൊളിയായിട്ട് മെഹന്തി ഇടും. അപ്പോൾ പ്രിയ കുറച്ച് പേർക്ക് ഇട്ട് കൊടുത്തു, പിന്നെ ലോബി ചേച്ചിയുടെ മോളും കുറച്ച് പേർക്ക് ഇട്ട് തന്നു. അങ്ങനെ എനിക്ക് ലോബി ചേച്ചിയുടെ മോളായിട്ട് തന്നത്. എനിക്ക് മെഹന്തി അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ എല്ലാവരും ഇട്ടതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സിമ്പിൾ ഡിസൈനാണ് വരപ്പിച്ചത്. കണ്ടില്ലേ ഗൈസ്, നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ മെഹന്തിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചൊരു റീലെടുക്കാമെന്ന് പറഞ്ഞ് നേരെ ഒരു പാർക്കിലോട്ട് വിടുകയാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ഉള്ളൊരു പാർക്കാണ്. അങ്ങനെ സ്കൂട്ടിയിലിരുന്നിട്ട് നമ്മൾ പോവാണ്. പിറകെ അഖിലയും ലോബി ചേച്ചിയുടെ മോളും വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. ലോബി ചേച്ചിയാണ് സ്കൂട്ടർ ഓട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പാർക്കിലെത്തി. അവിടെ ഇന്ന് ബോട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ കുറച്ച് വിഷമമായി. ഇത് വന്നിട്ട് പ്രിയയുടെ അച്ഛനും അമ്മയും ആണ് കേട്ടോ, അവർ നാട്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഞങ്ങളവിടെ പാർക്കൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് സിമി പറഞ്ഞു അപ്പോൾ നമുക്കൊരു റീലൊക്കെ പിടിക്കാമെന്ന്. അങ്ങനെ നമ്മളവിടെ ചുറ്റും നടന്നിങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇഷിക്കുട്ടി ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കറങ്ങാനായിട്ട്. സിമി ഏത് റീല് പിടിക്കുകയെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി വിഷ്വൽസ് ഉള്ള സ്ഥലമാണ്. ഇതുപോലെ അര തന്നെ ഉണ്ട്, പിന്നെ വന്നിട്ട് കുറേ മുയലുകളുണ്ട്. ഇഷിക്കുട്ടിയും മുയലുകൾ കണ്ടിട്ട് കുറേ ഇലയും കായൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതിന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അവൾക്ക് പേടിയുണ്ട്, ഇങ്ങനെ കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെ കുറേ അവിടെ കിടന്ന് മരക്കഷ്ണത്തിലുള്ള ഇലയിലേക്ക് പറിച്ച് മുയലിനൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടിപൊളി റീൽസൊക്കെ എടുത്ത്, ഈ റീൽസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.